ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അധ്യായം 15 ബൈബിൾ ക്വിസ്. അശക്തരുടെ ബലഹീനതകളെ ആരാണ് ചുമക്കേണ്ടത്? ശക്തരായ നാം. ശക്തരായ നാം എന്തു ചെയ്യരുത്? നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരനെ എന്തിനു വേണ്ടി പ്രസാദിപ്പിക്കണം? കൂട്ടുകാരൻ്റെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. കൂട്ടുകാരൻ്റെ ആത്മീക വർധന എന്തിനു കാരണമാകുന്നു? നന്മയ്ക്ക്. ആരാണ് തന്നിൽ തന്നെ പ്രസാദിക്കാത്തത്? ക്രിസ്തു. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണു എന്ന് എഴുതിയിരിക്കുന്നത് എവിടെ? സങ്കീർത്തനങ്ങൾ 69 അധ്യായം 9 വാക്യം. മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും എഴുതിയിരിക്കുന്നതെന്തിന്? നമ്മുടെ ഉപദേശത്തിനായിട്ട്. ഏത് രണ്ട് കാര്യങ്ങളിലൂടെയാണ് നമുക്ക് പ്രത്യാശ ഉണ്ടാകുന്നത്? തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും. തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും നമുക്ക് എന്തുണ്ടാകുന്നു? പ്രത്യാശ ഉണ്ടാകുന്നു. വിശ്വാസികൾക്ക് എങ്ങനെയുള്ള മനസ്സുണ്ടായിരിക്കണം? ഏക മനസ്സ്. വിശ്വാസികൾ ഏക മനസ്സുള്ളവരായിരിക്കേണ്ടത് എന്തുകൊണ്ട്? ഏക മനസ്സോടെ ഒരു വായിനാൽ ദൈവത്തെ മഹത്വീകരിപ്പാൻ. സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം വിശ്വാസികൾ എന്തായിരിക്കാൻ കൃപ നൽകുമാറാകട്ടെ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത്. ക്രിസ്തു യേശുവിനെ അനുരൂപമായി തമ്മിൽ ഏകചിന്തയോടിരിപ്പാൻ. ക്രിസ്തു നമ്മെ എങ്ങനെ കൈക്കൊണ്ടു? ദൈവത്തിൻ്റെ മഹത്വത്തിനായി. ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും എന്തു ചെയ്യുവീൻ? അന്യോന്യം കൈക്കൊള്ളുവീൻ. ക്രിസ്തു പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നത് എന്ത് ഉദ്ദേശത്തോടെയാണ്? പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന്. എന്ത് നിമിത്തമാണ് ക്രിസ്തു പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നത്? ദൈവത്തിൻ്റെ സത്യം നിമിത്തം. ജാതികൾ ദൈവത്തെ മഹത്വീകരിക്കേണ്ടത് എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ കരുണ നിമിത്തം. ഞാൻ ജാതികളുടെ ഇടയിൽ നിന്നെ വാഴ്ത്തി നിന്റെ നാമത്തിന് എന്തു ചെയ്യുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. നിന്റെ നാമത്തിന് സ്തുതി പാടും. അതുകൊണ്ട് ഞാൻ ജാതികളുടെ ഇടയിൽ നിന്നെ വാഴ്ത്തി നിന്റെ നാമത്തിന് സ്തുതി പാടും എന്ന് എഴുതിയിരിക്കുന്ന പഴയ നിയമഭാഗമേത്? സങ്കീർത്തനങ്ങൾ 18 അധ്യായം 49 വാക്യം. ജാതികളെ അവൻ്റെ ജനത്തോടെ ഒന്നിച്ച് ആനന്ദിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്ന പഴയ നിയമഭാഗമേത്?
ആവർത്തന പുസ്തകം 32 അധ്യായം 43 സകല ജാതികളുമായുള്ളവരെ കർത്താവിനെ സ്തുതിപ്പീൻ, സകല വംശങ്ങളും അവനെ സ്തുതിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്ന പഴയ നിയമ ഭാഗവേദ്. സങ്കീർത്തനങ്ങൾ 117 അധ്യായം 1 ജാതികൾ പ്രത്യാശ വെക്കുന്നത് ആരിലാണ്? യിശായിയുടെ പേരിലും ജാതികളെ ഭരിപ്പാൻ എഴുന്നേൽക്കുന്നവനുമായവനിലും. ആരാണ് വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് വിശ്വാസികളെ നിറയ്ക്കുന്നത്? പ്രത്യാശ നൽകുന്ന ദൈവം. വിശ്വാസികളെ പ്രത്യാശ നൽകുന്ന ദൈവം എന്തുകൊണ്ട് നിറയ്ക്കുമാറാകട്ടെ എന്ന് പൗലോസ് പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട്. വിശ്വാസികൾ ഏത് ശക്തിയിലൂടെയാണ് പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരാകേണ്ടത്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. പൗലോസ് റോമയിലെ വിശ്വാസികളെക്കുറിച്ച് ഉറച്ചിരിക്കുന്നത് എന്താണ്? അവർ ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും പ്രബോധിപ്പിപ്പാൻ പ്രാപ്തരും എന്ന്. പൗലോസ് വിശ്വാസികൾക്ക് എങ്ങനെയാണ് എഴുതിയത്? അതിധൈര്യമായി. പൗലോസ് വിശ്വാസികൾക്ക് അതിധൈര്യമായി എഴുതിയത് എങ്ങനെ? അവരെ ഓർമ്മപ്പെടുത്തും വണ്ണം. ദൈവം പൗലോസിന് എന്ത് കൃപ നൽകി? ജാതികളിൽ ക്രിസ്തുയേശുവിൻ്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന്. പൗലോസ് പുരോഹിതനായി അനുഷ്ഠിച്ചതെന്ത്? ദൈവത്തിൻ്റെ സുവിശേഷ ഘോഷണം. ജാതികളിൽ ക്രിസ്തുയേശുവിൻ്റെ ശുശ്രൂഷകനായുള്ള ദൈവത്തിൻ്റെ സുവിശേഷ ഘോഷണം എന്തിനായി ആയിരുന്നു? ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ. ജാതികൾ എന്ന വഴിപാട് വിശുദ്ധീകരിക്കപ്പെടുന്നത് എന്തിലൂടെയാണ്? പരിശുദ്ധാത്മാവിലൂടെ. പൗലോസിന് ആരിലാണ് ദൈവസംബന്ധമായി പ്രശംസയുള്ളത്? ക്രിസ്തുയേശുവിൽ. ജാതികളുടെ അനുസരണത്തിന് പൗലോസ് മുഖാന്തരം എന്ത് സാധിച്ചു? വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചു. പൗലോസ് എവിടെ നിന്ന് എവിടെ വരെ ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചു? യെരുശലേം മുതൽ ഇല്യൂരിയ ദേശത്തോളം. ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണം അറിയിക്കുന്നതിൽ പൗലോസ് അഭിമാനിക്കുന്ന കാര്യം എന്ത്? ക്രിസ്തുവിൻ്റെ നാമം അറിഞ്ഞിട്ടില്ലാത്തവരുടെ ഇടയിൽ അറിയിച്ചതിനാൽ. ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണം അറിഞ്ഞിട്ടില്ലാത്തവരുടെ ഇടയിൽ അറിയിപ്പാൻ പൗലോസ് ആഗ്രഹിച്ചതെന്തുകൊണ്ട്? മറ്റൊരുത്തൻ്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിന്. പൗലോസ് എവിടേക്ക് പോകുന്ന വഴിക്കാണ് റോമാക്കാരെ കാണുവാൻ ആഗ്രഹിക്കുന്നത്? സ്പാനിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ. സ്പാനിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് റോമാക്കാരെ കാണുവാനും എന്ത് ചെയ്യാനും പൗലോസ് ആഗ്രഹിക്കുന്നു?
ആദ്യം അവരെ കണ്ട് സന്തോഷിച്ച ശേഷം അവരാൽ യാത്ര അയക്കപ്പെടുവാൻ. റോമിൽ വരുന്നതിന് മുൻപ് പൗലോസ് എവിടേക്കാണ് പോകുന്നത്? യെരുശലേമിലേക്ക്. പൗലോസ് ആർക്ക് ശുശ്രൂഷ ചെയ്യാനാണ് യെരുശലേമിലേക്ക് യാത്രയാകുന്നത്? യെരുശലേമിലെ വിശുദ്ധന്മാർക്ക്. യെരുശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രർക്ക് ധർമ്മോപകാരം ചെയ്യാൻ ആർക്ക് ഇഷ്ടം തോന്നി? മക്കദോന്യയിലും അഖായയിലും ഉള്ളവർക്ക്. യെരുശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രർക്ക് ധർമ്മോപകാരം ചെയ്യാൻ മക്കദോന്യയിലും അഖായയിലും ഉള്ളവർക്ക് ഇഷ്ടം തോന്നിയെന്ന് മാത്രമല്ല, അത് അവർക്ക് എന്തും കൂടി ആകുന്നു. അത് അവർക്ക് കടവും ആകുന്നു. യെരുശലേമിലെ വിശുദ്ധന്മാർക്ക് എന്ത് ചെയ്യാൻ ജാതികൾ കടംപെട്ടിരിക്കുന്നു? ഐഹിക നന്മകളിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ. റോമിലെ വിശ്വാസികളുടെ അടുക്കൽ വരുമ്പോൾ എങ്ങനെ വരും എന്ന് പൗലോസ് അറിയുന്നു. ക്രിസ്തുവിൻ്റെ അനുഗ്രഹപൂർത്തിയോടെ. ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ റോമാക്കാർ തനിക്ക് വേണ്ടി എന്തിനെല്ലാം തന്നോടുകൂടെ പോരാടണം എന്ന് പൗലോസ് റോമാക്കാരെ പ്രബോധിപ്പിക്കുന്നു. റോമയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് തന്നെ രക്ഷിക്കേണ്ടതിനും യെരുശലേമിലേക്ക് താൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും താൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ അവരുടെ അടുക്കൽ വന്ന് അവരോടുകൂടെ മനം തണുക്കേണ്ടതിനും. പൗലോസിന്റെ സമാപന വന്ദനം എങ്ങനെയായിരുന്നു? സമാധാനത്തിന്റെ ദൈവം നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.